ഈ CAC-യുടെ പരിപാടിയുടെ എല്ലാ ഇതും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യും. അടുത്ത മാസം എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിലൊക്കെ അവർ പ്രചാരകരാവുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ ലീഗ് നേതൃത്വത്തിലെ വിഭാഗത്തിന് വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള സുന്നി പ്രവർത്തകരായ കാട്ടുന്ന ഒരു ഇരട്ടത്താപ്പല്ലേ? അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിൽ സമസ്തക്കാർ മാത്രമല്ല ഉള്ളത്, എല്ലാവരും ഉണ്ട്. അത് ഉൾക്കൊണ്ടവരാണ് ഞങ്ങൾ. അതിലും വഹാബികളുണ്ട്, ഇല്ലേ? എല്ലാ ആശയക്കാരും ഉണ്ട്. ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് ഇതിനെയും ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്കതിനെ സംഘടനാപരമായി വിമർശിക്കാൻ കഴിയുമോ? സമസ്തയിൽ മുസ്ലിം ലീഗുകാരും അല്ലാത്തവരുമുണ്ട്, അതിന് വിമർശിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിൽ സമസ്തക്കാരും അല്ലാത്തവരുമുണ്ട്. അവരതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊള്ളാൻ തന്നെ നമുക്കതിന് വിമർശിക്കാം. പക്ഷേ സമസ്തയും ഇത് മുസ്ലിം ലീഗുമായി ഇതുവരെ അനുവർത്തിച്ച് വന്ന ഒരു സൗഹൃദ ബന്ധമുണ്ട്. അതിന് വീഴ്ച വരുത്താതെ സൂക്ഷിക്കൽ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിൽ പറയാം. ആരാണ് പിന്തുണ കൊടുക്കുന്നത്? നമുക്ക് പൊതുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം, ആര് പറഞ്ഞാലും അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലാത്ത ഒരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്, പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മധ്യസ്ഥന്മാരൊക്കെ പല രൂപത്തിൽ പലതും അംഗീകരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വാസയോഗ്യമായി തന്നെ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇത് ഇനിയും ഇത്രയും വലിയൊരു സംവിധാനം, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വിദ്യാർത്ഥിനികൾ, ഇവരെ ഇനിയും ഏതെങ്കിലും വിധത്തിൽ നല്ല ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കൽ സമുദായ നേതാക്കൾ എന്ന നിലയ്ക്ക് ചിലർക്കൊക്കെ ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ അതിനെ കാണുന്നു. അത്രയാ വിഷയത്തിൽ. അങ്ങനെ നമുക്കതൊന്നും പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. ലീഗിൽ ഏത് വിഭാഗം വന്നാലും അവർക്ക് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെയും പിന്നോക്ക വിഭാഗത്തിൻ്റെയും ഗുണങ്ങൾക്ക് വേണ്ടി, പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ആർക്കും അതിൽ അംഗമാവാം. അവർ മുസ്ലിം ലീഗ് ആ ഒരു അർത്ഥത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ നമുക്കതിനെ എതിർക്കാൻ കഴിയില്ല. അതാ ഞാൻ പിന്നെ ഉള്ളത്, സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു സംഘടന ഇത്രയും കാലമായി പരസ്പരം അറിഞ്ഞും പരസ്പരം ബഹുമാനിച്ചും ആണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം നിലനിർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന്. അതെ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാര്യം എന്ന് പറയുമ്പോൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ SYS-ന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റാണ്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചില ഇളവുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വരും. അവിടെ നിന്ന് നമുക്കങ്ങനെ അദ്ദേഹത്തെ നിയന്ത്രിക്കാനൊന്നും, അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹത്തെ നിയന്ത്രിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ പക്ഷേ നമ്മൾ പരമാവധി ആ ഒരു നല്ല ഒരു ചാനൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി ഒരു സംഘടന എന്ന നിലക്ക് ക്ഷമിച്ചു അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോഴാണ് സമസ്ത അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്നാലും സാദിഖ് അലി തങ്ങളുടെ വാക്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അവർ നല്ല നിലക്കാവട്ടെ. അതിന് ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് സമസ്ത തയ്യാറാണ്. പക്ഷേ സമസ്തയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് വരണം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാറില്ല. അതാണ്. അതല്ലേ പറഞ്ഞു, ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പലവട്ടം നേരിട്ട് ചർച്ച. അതായത് സമസ്ത ചില കംപ്ലൈൻറ്റുകൾ സമസ്തക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടും വേറെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഇതൊക്കെ പരിഹരിക്കാൻ ചർച്ച ചെയ്യാൻ സമസ്തയുടെ സ്വഭാവം അതാണ്. സമിതിനെ നിശ്ചയിക്കും. 7 അംഗ സമിതിയെ നിശ്ചയിച്ചു. അതിൽ പ്രസിഡന്റ് അടക്കമുണ്ട്. അങ്ങനെ അവർ ഒന്നിലധികം പ്രാവശ്യം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, അപ്പോൾ ഞാനുമായി അയാൾ ഒറ്റയ്ക്ക് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്, ചില വിഷയത്തെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അവസാനം അതെൻ്റെ നിലപാട് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇതാവുക എന്നല്ലാതെ ചർച്ചയിലേക്ക് വരിക, ആ ചർച്ചയിൽ ഒരു മസ്ലഹത്തിൻ്റെ ഭാഗത്തേക്ക് വരിക എന്നുള്ളൊരു സ്വഭാവം കാണാറില്ല. ഇത് ഈ ഉസ്താദുമാരുമായുള്ള ചർച്ചയിലും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ വിവാഹം കഴിച്ചാൽ പിന്നെ പഠിക്കാൻ പറഞ്ഞാൽ തടയുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ആ വിഷയത്തിൽ എൻ്റെ ഭാഗം 100% ക്ലിയറാണ്. അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു മുനാവറ എന്ന് അറബിയിലാണ് പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് ഈ ചർച്ചയ്ക്ക് ചെന്ന സമസ്തയുടെ ഉന്നത നേതാക്കളോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ പറയാണ്. പിന്നെ അങ്ങനെ ഒരു ചർച്ചയിൽ വലിയൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ കത്തിടപാടുകളിലൂടെ, അത് ഒരു വട്ടമല്ല എത്രയോ വട്ടം കത്തിടപാടുകൾ നടന്നു.
അദ്ദേഹത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആ വിഷയം ഉണ്ടായിരുന്നു സ്ഥാനത്ത് വ്യക്തി ഒന്ന് സമസ്തയിൽ നിന്നും പുറത്താക്കി. അന്ന് വിശദീകരണം തേടിയതിനു ശേഷമാണ് ആ പുറത്താക്കുന്ന സ്വീകരിച്ചത്. ഈ കത്തടപാടുകളിലൂടെയുള്ള വിശദീകരണങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ എല്ലാം അന്വേഷിച്ചു. പിന്നെ പൊതുവിൽ ഈ ഒരു ചർച്ച ഇനി ഇങ്ങനെ തുടരുന്നതിൽ യാതൊരു ഒരു കുറെ ചർച്ച ചെയ്യുമ്പോണ്ടല്ലോ കുറച്ചെങ്കിലും ഒരു എത്രത്തോളം എന്ന് പറഞ്ഞാൽ കമാൽ പാഷയുടെ ഒരു വിഷയം വന്നു. സമസ്തക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഒരു അഡ്വൈസറി ബോർഡിൽ എടുക്കുക എന്നുള്ള സമസ്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. സമസ്ത ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ച് അതിനെ നിരാകരിച്ചുകൊണ്ട് മറുപടി വരുന്നു. എന്നാൽ അതിനുശേഷം വേറെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ ഈ ചർച്ചയിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മുൻകരുതൽ എന്ന നിലക്ക് ഒരു ചെറിയ ഷോക്ക് എന്ന നിലക്ക് അങ്ങനെ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. മതരാഷ്ട്രവാദികളായിട്ട് സമസ്ത കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ഹക്കീം ഫൈസിക്ക് നല്ല ജമാഅത്തെ ഇസ്ലാമിയാണോ? അങ്ങനെ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. പല കാരണങ്ങളാൽ അങ്ങനെ സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഒരു യൂസുഫ് അസ്ഹരി എന്ന് പറയും, അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് പിന്നെ നേരെ പോയത് ഒരു ജമാഅത്തിൻ്റെ സ്ഥാപനത്തിലേക്കാണ് അധ്യാപകനായിട്ട് പോയത്. അപ്പോൾ ആ ജമാഅത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹം ജമാഅത്തിൻ്റെ പരിപാടിക്ക് പോവാറുണ്ട്. ഇങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ട്.